നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ ആദ്യ ദിനത്തിൽ യുഎഇയിൽ നിന്ന് പോകുന്നത് ഏതാണ്ട് 400ഓളം മലയാളികളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബൈയിൽ നിന്ന് കരിപ്പൂരിലേക്കുമുള്ള വിമാനത്തിലാണ് 400 പേർ എത്തുന്നത്. 10 വിമാനങ്ങളാണ് കേരളത്തിൽ നിന്ന് യുഎഇയിൽ എത്തുക. അവരെ കൊണ്ടുവരാനായി മെയ് 7 വ്യാഴം മുതൽ മെയ് 13 ബുധനാഴ്ച വരെ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. ആദ്യ 2 ദിവസവും അവസാന ദിവസവും 2 വീതം വിമാന സർവീസുകൾ ഉണ്ടാകും. മറ്റ് ദിവസങ്ങളിൽ ഓരോ ദിവസവും 6ാം ദിവസത്തിൽ വീണ്ടും 2 ദിവസവും സർവീസ് ഉണ്ടാകും. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി സൗദി അറേബ്യയ്ക്കും കുവൈറ്റിലേക്കും 5 വീതവും ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലേക്ക് 2 വീതവുമാണ് വിമാന സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലേഷ്യയിലേക്കും അമേരിക്കയിലേക്കും ബംഗ്ലാദേശിലേക്കും 7ഉം ഫിലിപ്പീൻസ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് 5 വീതവും വിമാന സർവീസ് ഇന്ത്യ നടത്തുന്നുണ്ട്. ഈ കാലയളവിൽ ആകെ 64 വിമാനങ്ങളാണ് പറക്കുന്നത് എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേരളവും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്രം തുടങ്ങിയതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേരളത്തിൽ 4 വിമാനത്താവളങ്ങളിലായി ആദ്യത്തെ 5 ദിവസവും 2250 പേരാണ് എത്തുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് ആകെ കൊണ്ടുവരുന്നത് 80,000 പേരെയാണ് എന്നും ഒരു വിവരം മുഖ്യമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ അടിയന്തരമായി നാട്ടിൽ എത്തേണ്ടവർ മുൻഗണനാ പട്ടിക കേരളം തയ്യാറാക്കിയപ്പോൾ 1,69,130 പേരുണ്ടായിരുന്നു എന്നാണ് കണ്ടത്. തിരിച്ചു വരാൻ നോർക്ക വഴി രജിസ്റ്റർ ചെയ്തത് 4,42,000 പേരാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവർ, തൊഴിൽ കരാർ പുതുക്കി കിട്ടാത്തവർ, ജയിൽ മോചിതരായവർ, ഗർഭിണികൾ, ലോക്ക്ഡൌൺ കാരണം മാതാപിതാക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, വിസ കാലാവധി കഴിഞ്ഞവർ, ഇവരെയെല്ലാം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു കേരളം ആവശ്യപ്പെട്ടത്. ഈ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരെയും നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. സംസ്ഥാനം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ, അതായത് എംബസിക്കോ അധികൃതർക്കോ നൽകാനുള്ള ഒരു സാധ്യതയും തുറന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ട്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലൂടെയാണ് പ്രവാസികളെ കൊണ്ടുവരാനിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം പക്ഷേ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കേന്ദ്രം ഇടപെട്ടാണ് കണ്ണൂർ വിമാനത്താവളത്തെ ഒഴിവാക്കിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കണ്ണൂരിൽ എത്തേണ്ട പ്രവാസികൾ മറ്റെവിടെയെങ്കിലും ഇറങ്ങിയാൽ അവർക്ക് സഞ്ചരിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ചൂണ്ടിക്കാട്ടുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.